കൊട്ടാരക്കരയിൽ പലയിടത്തും വോട്ട് ചോർച്ച ഉണ്ടായെന്നാണ് UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി പറയുന്നത്. അത് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. പ്രചാരണത്തിൽ പുതിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നില്ല എന്ന ആക്ഷേപം ശരിയല്ല എന്നും ഐഷ പോറ്റി പറഞ്ഞു. കൊട്ടാരക്കരയിൽ വലിയൊരു മത്സരം കാഴ്ചവെച്ചു, പക്ഷേ പരാജയപ്പെടേണ്ടി വന്നു. ഐഷ പോറ്റിയാണ് ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. ടൈറ്റായിട്ടുള്ളൊരു മത്സരമായിരുന്നു. വലിയ രീതിയിൽ മത്സരം കാഴ്ചവെച്ചു. 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ഇപ്പോൾ ബാലഗോപാൽ വിജയിച്ചിരിക്കുന്നത്. എവിടെയാണ് പരാജയത്തിന്, എന്താണ് പരാജയത്തിലേക്ക് നയിച്ചൊരു കാര്യം? എന്തെങ്കിലും പ്രാഥമിക വിലയിരുത്തലുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് വിലയിരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ പ്രതികരണവും മൊത്തത്തിലുള്ളത് കണ്ടപ്പോൾ ഒരിക്കലും ഒരു തോൽവി വിചാരിച്ചിട്ടില്ല. പക്ഷേ തോൽവിയും വിജയവും ഒക്കെ എന്നും ഉള്ളതല്ലേ, അത് എല്ലാപ്പോഴും വേണമല്ലോ. എന്നും ജയം മാത്രമായാലും തോൽവി ആയാലും നമ്മൾ കാണണമല്ലോ. പക്ഷേ ഇതൊരു തോൽവിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാനെന്നും ജനങ്ങളുടെ കൂടെ ഇനിയും കാണും. പിന്നെ എന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിലയിടത്തൊക്കെ ആ ഒരു മാറ്റങ്ങൾ വന്നേക്കുന്നത് ഇതെന്താന്ന് പഠിച്ച് മനസ്സിലാക്കട്ടെ, അത്രേ ഉള്ളൂ. പാർട്ടിയോട് UDF ആവശ്യപ്പെടുമോ ഇത് ഈ പരാജയം പഠിക്കാനായി? എന്താന്ന് ഉറപ്പായിട്ടും പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും ചെറിയ മാർജിനിലാണ്, അതായത് ഉമ്മന്നൂർ, എഴുകോണ്, നെടുവത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിലെ കുറേ വോട്ട് ചോർച്ചകൾ, പിന്നെ BJPക്ക് പഴയ വന്ന വോട്ടൊന്നും ഇല്ലെന്നോ, ഇത് എന്താണെങ്കിലും പരിശോധിച്ച് തിരുത്തണം, അത്രയേ ഉള്ളൂ. ആദ്യം വിസ്മയം എന്ന നിലയിൽ VD സതീശൻ ഐഷ പോറ്റി അവതരിപ്പിക്കുകയും ചെയ്തപ്പോഴും ആദ്യം കൊണ്ടുവന്ന വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിലും ഐഷ പോറ്റി തിരഞ്ഞെടുപ്പ് പ്രചരിപ്പിച്ചത്. പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നൊരു ആക്ഷേപമുണ്ട്. ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പുതിയ വിഷയങ്ങൾ ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വ്യക്തിഹത്യ എന്ന് പറയുന്നത് അതിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അത് LDF എപ്പോഴും ഉള്ളതാണ്. CPM എപ്പോഴും കുറേ സൈബർ മേഖലയിലുള്ളവരും ആവർത്തിച്ച് ഒരു കള്ളം 10 പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവും ആൾക്കാർക്ക്. ഞാൻ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല. ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ, ജനങ്ങളോടൊപ്പം നിന്നും നാടിൻ്റെ പ്രശ്നങ്ങളെ ഇടപെടുന്ന ഒരാളാണ്. പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളാണ്. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടുകളും ആ പോക്കുകളും CPMൻ്റെ നയവ്യതിയാനങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ വേറെ എന്താണ് പറയാനുള്ളത്? പുതിയ വിഷയം വേറെ വരുമ്പോഴല്ലേ പറയാനുള്ളൂ. നിലവിലുണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ ജനങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതല്ലല്ലോ ശരി, ഞാൻ പറയുന്നത് കേട്ടവരുണ്ടല്ലോ ധാരാളമായിട്ട്. ഈ സംവിധാനത്തെ ഐഷ പോറ്റി പൂർണ്ണമായും UDF സംവിധാനത്തെ വിശ്വസിക്കുന്നു, സജീവമായി തന്നെ രംഗത്തുണ്ടാകുമെന്നാണ്? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. UDFനോടൊപ്പം ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ജനങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിച്ചു പോയെന്നിരിക്കും. പഴയതുപോലെ അല്ല, ഇപ്പം ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ. പക്ഷെ അവരുടെ ധാരണ മാറ്റിക്കൊടുക്കും, അവരുടെ ധാരണ അവർ തിരുത്തും, ഉറപ്പാണ്. തീർച്ചയായിട്ടും കൊട്ടാരക്കരയിൽ തന്നെ ഉണ്ടാകുമെന്നും പരാജയം സംഭവിച്ചെങ്കിലും സജീവമായി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഐഷ പോറ്റി പറയുന്നത്. പരാജയമൊക്കെ തന്നെ പാർട്ടി പരിശോധിക്കും, അതിനുള്ള നടപടികളും പാർട്ടി സ്വീകരിക്കുമെന്നാണ് ഐഷ പോറ്റി വിശ്വസിക്കുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.